ദൂരെ പച്ചപ്പും മലകളും നിറഞ്ഞൊരു ഗ്രാമത്തിൽ അവിടുത്തെ ഏറ്റവും മികച്ച വേദപണ്ഡിതനും തന്ത്രിയുമായിരുന്ന നീലകണ്ഠൻ എന്ന ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. വേദോപനിഷത്തുകളിൽ അഗാധമായ അറിവുണ്ടായിരുന്ന അദ്ദേഹം മന്ത്രങ്ങളിലും തന്ത്രങ്ങളിലും അതിവിദഗ്ധനായിരുന്നു. എന്നാൽ അറിവിന്റെ കൊടുമുടിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് അഹങ്കാരവും ദുരഭിമാനവും കൂടി വന്നു. തന്റെ അറിവ് മറ്റുള്ളവരെക്കാൾ വലുതാണെന്ന് അദ്ദേഹം അന്ധമായി വിശ്വസിച്ചു. ഒരു നാൾ നീലകണ്ഠൻ ഒരു ധനാഢ്യനായ ജന്മിക്ക് വേണ്ടി ഒരു ദുർമന്ത്രവാദം നടത്താൻ തീരുമാനിച്ചു. ആ ജന്മിയുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ കർമ്മം എല്ലാ ധാർമ്മിക നിയമങ്ങൾക്കും എതിരായിരുന്നു. എങ്കിലും വലിയൊരു പ്രതിഫലം ലഭിക്കുമെന്നതുകൊണ്ട് നീലകണ്ഠൻ അതിന് തയ്യാറായി. തന്റെ അറിവ് ദുരുപയോഗം ചെയ്ത് ഈ പാപം അദ്ദേഹത്തിന്റെ ആത്മാവിനെ കളങ്കപ്പെടുത്തി. മഹാപാപം ചെയ്ത നീലകണ്ഠന് അധികം വൈകാതെ ഒരു ദുർമരണം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ പോലും ശരിയായ രീതിയിൽ നടന്നില്ല. അങ്ങനെ വേദം ചൊല്ലി മരിക്കേണ്ട മഹാൻ ശാസ്ത്രവിധികൾ ലംഘിച്ചതിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫലമായി ബ്രഹ്മരക്ഷസായി മാറി. രക്ഷസായി മാറിയ നീലകണ്ഠൻ ജീവിച്ചിരിക്കുമ്പോൾ പഠിപ്പിച്ച ഗുരുവിനെയും മറ്റ് പണ്ഡിതന്മാരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വികൃതമായ രൂപം കണ്ട് എല്ലാവരും ഭയന്നു വിറച്ചു. ശബ്ദം ഭീമാകാരമായിരുന്നു, ശക്തി അതിമാനുഷവും. ആ പ്രദേശത്തെ ആളുകൾ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു. രക്ഷസിന്റെ സാന്നിധ്യം ആ നാടിനെ ആകെ ദുരിതത്തിലാഴ്ത്തി. കൃഷി നശിച്ചു, മൃഗങ്ങൾ അസുഖബാധിതരായി, പല ദുർമരണങ്ങളും സംഭവിച്ചു. കാലം കടന്നുപോയി. നീലകണ്ഠന്റെ പാപങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരു സന്യാസി ആ ഗ്രാമത്തിലെത്തി. സന്യാസിക്ക് ബ്രഹ്മരക്ഷസിന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലായി. അതിന്റെ മോക്ഷത്തിനായി അദ്ദേഹം ഭഗവാൻ ഹനുമാനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ സംപ്രീതനായ ഹനുമാൻ ബ്രഹ്മരക്ഷസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മരക്ഷസ് ഹനുമാന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. തന്റെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന നീലകണ്ഠന്റെ ആത്മാവിന് മോക്ഷം നൽകാൻ ഹനുമാൻ തീരുമാനിച്ചു. ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ ഒരു ഉപദേവനായി മാറാൻ ഹനുമാൻ ബ്രഹ്മരക്ഷസിനെ ഉപദേശിച്ചു. അങ്ങനെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെ സംരക്ഷിക്കാൻ ബ്രഹ്മരക്ഷസ് നിയോഗിക്കപ്പെട്ടു. തന്റെ പഴയ അറിവും ശക്തിയും ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെയും ഭക്തരുടെയും കാവൽക്കാരനായി നീലകണ്ഠൻ സേവനം തുടങ്ങി. ഇന്നും പല ക്ഷേത്രങ്ങളിലും ബ്രഹ്മരക്ഷസിനെ ഉപദേവനായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പാപങ്ങൾക്ക് പശ്ചാത്തപിക്കുകയും നന്മയുടെ വഴിയിലേക്ക് തിരിയുകയും ചെയ്യുന്ന ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കഥ.